ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിൽ അതായത് DRDOൻ്റെ കീഴിൽ പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാം. 18 വയസ്സ് മുതലുള്ള എല്ലാവർക്കും തന്നെ ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. എനിവേ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്രൻറ്റീസ് തസ്തികയാണ്. യോഗ്യതയുള്ള താല്പര്യമുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ DRDOൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ് DRDO എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു DRDOയിലേക്കാണ് അപ്രൻറ്റീസ് തസ്തികയിലേക്ക് ഇപ്പോൾ 2024-25 വർഷങ്ങളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, അപ്രൻറ്റീസ് ആണ്. ഒരു വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ബേസിലായിരിക്കും നിങ്ങൾ കയറുന്നത്. അപ്പോൾ ആ ഒരു ഇയർ കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ഈ ഒരു സർവീസ് കഴിഞ്ഞ് ഇറങ്ങേണ്ടതായിട്ട് വരും. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അപ്രൻറ്റീസ് ചെയ്തു എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു രേഖയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ RPFനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഇതിന് മുമ്പ് റെയിൽവേൻ്റെ അപ്രൻറ്റീസിൽ നിന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ബെനിഫിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. നോക്കി മനസ്സിലാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അപ്ലൈ ചെയ്യാനായിട്ട് ടെക്നിക്കലും ഉണ്ട്, നോൺ ടെക്നിക്കലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിപ്ലോമ അപ്രൻറ്റീസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിന് ലഭിക്കുന്ന പെർ മന്ത് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് ഇവിടെ കാണാൻ സാധിക്കും. 8000 രൂപയാണ്. വേക്കൻസീസ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും. ഏതൊക്കെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, അതുപോലെ തന്നെ മോഡേൺ ഓഫീസ് പ്രാക്ടീസ്, പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി പറയുന്നുണ്ട്, ഓഫീസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ലൈബ്രറി സയൻസ് ഇവിടെ പറയുന്നുണ്ട്, LISC ലൈബ്രറി സയൻസ്, അതുപോലെ തന്നെ BSc അതായത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണ് ഇവിടെ വരുന്നത്. ഇത്രയും ഡിപ്ലോമയാണ്. പിന്നീട് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണ് വരുന്നത്. BSc ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ BPharm ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ BLISC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലൈബ്രറി സയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 9000 രൂപയാണ് ഇതിന് സാലറി ആയിട്ട് വരുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിന് 9000 രൂപയാണ് പ്രതിമാസം സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതായത് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർ, ടെക്നിക്കൽ എഞ്ചിനീയർ സബ്ജക്റ്റ് വിൽ നീഡ് ടു അപ്ലൈ ത്രൂ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് പറയുന്നത്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് വിത്ത് നോൺ ടെക്നിക്കൽ നോൺ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് സച്ച് ആസ് BSc, അതുപോലെ തന്നെ BPharm, ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു നോൺ ടെക്നിക്കൽ അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് എല്ലാവരും തന്നെ BLISC ഇവരൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു മെയിലിലൂടെ ഡയറക്റ്റ്ലി ആപ്ലിക്കേഷൻ അയക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ താഴെ ഒരു ഫോർമാറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഡയറക്റ്റ്ലി ഇതിലൂടെ മെയിൽ അയച്ച് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 15 ഏപ്രിൽ 2024 ഏകദേശം നിങ്ങൾക്ക് 15 മെയ് 2024 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത്. മറ്റ് പരീക്ഷയോ ഫിസിക്കലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മാക്സിമം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹമുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. നോൺ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്, അതായത് നോൺ ടെക്നിക്കലുള്ളവർ അപ്ലൈ ചെയ്യേണ്ടത്, ഗ്രാജുവേറ്റ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്റ്റ്ലി ഈ ഒരു മെയിലിലേക്ക് നിങ്ങളുടെ മെയിൽ ചെയ്താൽ മതി. നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.